ഈ സിനിമ ഞാൻ ചെയ്തതൊരു മലയാളം സിനിമ മാത്രമല്ല. കാരണം ഈ സിനിമയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഏത് സ്ഥലത്തുള്ള ആളുകൾക്കും, ഏത് ഫാമിലിക്കും, ഏത് കുടുംബത്തിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ സിനിമയിൽ സണ്ണി മാമിനെ ഇൻക്ലൂഡ് ചെയ്തതിന് കാരണമുണ്ട്. സണ്ണി മാം ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറായിട്ടാണ് അവർ ഈ സിനിമ ചെയ്യുന്നത്. ഷീസ് എ വെരി പെർഫോമിംഗ് ആർട്ടിസ്റ്റ്. So I think her character is not something different. So that thing you will realize after watching the movie. So when I tell something about that one, that will lose when you are in the theater. So definitely നിങ്ങൾക്കറിയാം, ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മളൊരു മൂവി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് പ്രേക്ഷകരെ ആസ്വദിപ്പിക്കാൻ പറ്റുന്ന, എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, എല്ലാ കുടുംബങ്ങൾക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മലയാള സിനിമകൾക്കറിയാമല്ലോ, മലയാള സിനിമകൾ ഇപ്പോഴും ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഭാഷാ ലാംഗ്വേജാണ് മലയാളം. കാരണം ത്രൂ ഔട്ട് ഇന്ത്യയിൽ നമ്മൾ എവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും മലയാളം ടെക്നീഷ്യന്മാരെയും ആക്ടേഴ്സിനോടൊക്കെ വളരെ ബഹുമാനത്തോടെയാണ് അവർ കാണുന്നത്. കാരണം ബിക്കോസ് നമ്മുടെ സിനിമയുടെ കഴമ്പ് തന്നെയാണ്, അതിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ് നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. അതിൻ്റെ കൂടെ നല്ല ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരും അതേപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും. നിങ്ങൾക്ക് കാണാം, മറ്റൊരു ലാംഗ്വേജിലും ഇല്ലാതെ ഒരു നാഷണൽ അവാർഡ് വന്നു കഴിഞ്ഞാൽ മിനിമം അതിനകത്തൊരു 3-4 അവാർഡുകൾ സ്വന്തമാക്കുന്നത് മലയാളം മാത്രമാണ്. അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ആക്ടേഴ്സുമുള്ള ഒരു വളരെ സമൃദ്ധിയോടുകൂടിയുള്ള ഒരു കലാകാരന്മാരുടെ ഒരു കൂടെയുള്ള ആളാണ്. ഇൻ്റർനാഷണൽ അവാർഡുകൾ ഒരുപാട്. ഇപ്പോഴും എൻ്റെ ഫസ്റ്റ് മൂവി തന്നെ ഏതാണ്ട് ഐ ഗോട്ട് നിയർലി 30 ഇൻ്റർനാഷണൽ അവാർഡ്സ് ഫോർ മൈ ഫസ്റ്റ് മൂവി. അപ്പോൾ അതുപോലെ ഒരുപാട് കഴിവുള്ള നടന്മാരും ടെക്നീഷ്യന്മാരും ഡയറക്ടേഴ്സുമുള്ള ഒരു മലയാളത്തിൽ നിന്ന് ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ സിനിമയുടെ കണ്ടൻറ്റ് ഫസ്റ്റ് she heard the content from my side, so she is so surprised and she told me, yeah, I'm ready to work with you. So I'm thanked to Sunny ma'am for that decision. So then I can make, and the second my thanks to my producer, because after Sunny ma'am committing the subject, I just meet my producer sir, because he's my friend also, because we are always having different kinds of filmy talks when we met. So the thing is that time I casually told him that I'm going to work with Sunny ma'am and this is the subject. So the subject also he likes very much. So he told me, Pambali, will do one thing, you never go to any producer, I will do the movie. So thankful sir, thank you sir for the support. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.